പോയിട്ട് ബാക്കി റൈഡ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും. ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് കാണാം. ഗായ്സ്, ഡേ 2 നമ്മളിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളുടെ കൂടെ നമ്മളുടെ സ്പാൽബർ ഉണ്ട്. സ്പാൽബർ ഡ്രൈവർ സ്പാൽബർ. അണ്ണൻ്റെ പേര് അനാറെന്നാണ്, പക്ഷേ ഞാൻ അണ്ണാറെന്ന് പറഞ്ഞതിന് ശേഷം മൊത്തം ഞാൻ അണ്ണാന്നാണ് വിളിക്കണം. ഹായ് അണ്ണ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മളെ വണ്ടി, നമ്മളെ അണ്ണൻ. വ്യൂ നോക്കുക ഗൈസ്. തണുപ്പെന്ന് വെച്ചാൽ ഇതാണ്. നമ്മളിവിടെയാണ് സ്റ്റേ ചെയ്തത്. ഇവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്തത്. ഇത് നമ്മളെ പുറത്തോട്ടോ വ്യൂ, അടിപൊളി വ്യൂ ആയിരുന്നു. ഹോട്ടൽ അഹ്വാൽ. ഓക്കെ ഗൈസ്, നമുക്കിനി ഇവിടെ നിന്ന് സ്ട്രൈറ്റ് നമുക്ക് സദയിൽ പോയിട്ട് അവിടുത്തെ ബാക്കി വിശേഷങ്ങളിട്ട് പോകാം. You try to say to me, I'll be the best for you, but you take me down, it always be so late, but I'm trying not to let it show, that I don't wanna let this go. സിപ്ലൈനിൽ കയറാൻ പോകാം.
അടുത്ത് നമ്മൾ ഇവിടെ നിന്ന് മുകളിലോട്ട് കാട്ടി കയറിയിട്ട് അവിടെ നിന്ന് മുകളിലെത്തും. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ തിരിച്ച് പോകും. ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഫ്രഞ്ച് ഫ്രൈസ്, ബർഗർ, ഇതൊക്കെ ഇവിടെ ഉള്ളു. ഇവിടെ ദോശയും പൊറോട്ടയും ബീഫും കറിയൊന്നും കിട്ടില്ല. അപ്പോൾ അതും കഴിച്ചിട്ട് നമ്മളിവിടെ നിന്ന് നേരെ തിരിച്ച് ടൗണിലേക്ക് പോകും. ഇവിടെ ടൗണുണ്ട്, അവിടെ പോയി നമ്മൾ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്ത് നൈറ്റ് അവിടുത്തെ വ്യൂസ് കാര്യങ്ങളൊക്കെ കണ്ട് അവിടെ അടിച്ചു പൊളിച്ചിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ തിരിച്ച് ഫ്ലൈറ്റ് കയറി ദുബായ്. അങ്ങനെ നമ്മളുടെ വ്ളോഗ് അവിടെ അവസാനിക്കും. അപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളോട്ട് പോകാം. ഓക്കെ. Guys, we reached the Bakwa town. Now we were staying here. Then we will go tomorrow our home. Today night we will explore the Bakwa town. This is so amazing, guys. You can see the view. It's so luxurious town. Adiboli, guys. So much luxurious flats, buildings. It's all a brand showrooms like that. Guys, അങ്ങനെ അനാർ നമ്മളെ വിട്ട് പോവുകയാണ്. ബൈ. We will miss you. Next time we will call you. Okay. Guys, അങ്ങനെ നമ്മൾ we are going to our room. But we miss അണ്ണൻ പോയി guys. അണ്ണൻ നമ്മളെ വിട്ട് പിരിഞ്ഞു. ഇനി നെക്സ്റ്റ് ട്രിപ്പിന് അണ്ണനെ വിളിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മളെ റൂമിലോട്ട് നടന്നു പോവാണ്. അപ്പോൾ അവിടെ പോയി ഡ്രസ്സൊക്കെ മാറി ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് നൈറ്റ് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ. രാത്രി ജസ്റ്റ് ഒരു നടക്കാൻ ഇറങ്ങിയതാണ്. എന്താ പറയുക, നല്ല തണുപ്പുണ്ട്. ജസ്റ്റ് അപ്പുറത്തൊരു സൂപ്പർ മാർക്കറ്റ് വരെ പോകാനായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ബിൽഡിങ്സ് കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയാണ് ഗൈസ്. നല്ല കാണാനും ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ നല്ല ഭംഗിയാണ്. പഴയ ഒരു കൊട്ടാരം പോലത്തെ രസമാണ് ഗൈസ്. ഒരു മെഡിസിൻ വാങ്ങാൻ വന്നതാണ് ഗൈസ്. പക്ഷേ ഇവിടെ ഉള്ളവർക്ക് മെഡിസിൻ ഷോപ്പൊന്നും അല്ലെങ്കിൽ ഫാർമസി ഷോപ്പൊന്നും ഒന്നും അറിഞ്ഞൂടാ. ലാസ്റ്റ് തലയിൽ കൈയൊക്കെ വെച്ച് തുമ്മിയൊക്കെ കാണിച്ചു കൊടുത്തപ്പോഴാണ് ഇതോ അവിടെ ഉണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ അവിടെ പോയി ഒരു മെഡിസിൻ വാങ്ങിച്ചു. എന്നിട്ട് അത് തിരിച്ച് റൂമിലോട്ട് പോകുന്നു. കോമഡി എന്നാ. തണുപ്പ് കൊണ്ട് ഈ സൈലൻസറിൽ നിന്ന് പുകവരണുണ്ടോ ഗൈസ്. ഇങ്ങനെയാണ് ഇവിടുത്തെ എല്ലാ വണ്ടിയും. അങ്ങനെ അതാണ് ഇവിടുത്തെ മെഡിക്കൽ സ്റ്റോർ. ചുമച്ച് കാണിച്ചിട്ടാണ് ഞാനത് കണ്ടുപിടിച്ചത് ഗൈസ്. നോക്കൂ ഗൈസ്, മഞ്ഞ് വീഴുന്നുണ്ട് മുകളിൽ നിന്ന്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞോളൂ. ചെറുതായിട്ടിങ്ങനെ മഞ്ഞ് പൊടിയുന്നുണ്ട്. ഇവിടുത്തെ ആർക്കിടെക്ചറൊക്കെ നല്ല വ്യൂ ആണ്. നല്ല റിച്ച് ഏരിയ ആണ്. പക്ഷെ ആർക്കും ഇംഗ്ലീഷ് അറിഞ്ഞൂടന്നേ ഉള്ളൂ. അയ്യോ തണുക്കണേ. ജസ്റ്റ് നൈറ്റ് വാക്കിന് ഇറങ്ങിയത്. അടിപൊളി തണുത്ത് വിറച്ച് ഗ്ലൗസ് ഇല്ലാണ്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അടിപൊളിയായിരുന്നു. ഇവിടെ ഇഷ്ടംപോലെ പബ്ബ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് പോയിട്ട് കിടന്നുറങ്ങും. എന്നിട്ട് ഞാൻ രാവിലെ എണീറ്റിട്ട് ഇവിടുത്തെ
ബാക്കു ടൗണിലെ കുറച്ച് സ്ഥലത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് നമ്മൾ നാളെ വൈകിട്ട് തിരിച്ചു പോകും. അങ്ങനെ നമ്മളുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കും. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. നമ്മളിന്ന് ബക്വ ടൗൺ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് രാവിലെ. അപ്പോൾ ഇവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി നമ്മൾ ഈവനിങ് ഫ്ലൈറ്റ് അതിൽ കയറി നേരെ പോകും. അപ്പോൾ ലെറ്റ്സ് എക്സ്പ്ലോർ ദി ബക്വ. ഇത് ഫോൺ ചാർജ് ചെയ്യാനുള്ള എന്തോ ഒരു ഇതാണ്. നമ്മൾ തന്നെ അധ്വാനിച്ച് ഫോൺ ചാർജ് ചെയ്യണം, അതാണെന്ന് തോന്നുന്നു. ഈ പേരൊന്നും വായിക്കാൻ പറ്റാത്തതുകൊണ്ട് ടെലിഫോണ എനർജി ഓക്കെ കൊണ്ടാക്കട്ട്. ശരിയെന്നാ. ഇത് ഇവിടുത്തെ ഒരു കോർണിഷ് ഭാഗമാണ്. തണുപ്പുണ്ട് കഴിച്ച് രാവിലെ ആണെങ്കിലും ഒരു ഈവനിങ് പോലത്തെ ഒരു അന്തരീക്ഷമാണ് ഇവിടെ. നല്ല സോ കോൾഡ്. ഇവിടെയൊക്കെ സമയം വളരെ ചുരുക്കമാണ്. വർക്കിംഗ് ടൈംസ് ലൈക്ക് ഉച്ചയ്ക്ക് 12 മണിക്കാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ 8 മണി 10 മണിയൊക്കെ ആകുമ്പോൾ ക്ലോസ് ചെയ്യുകയും ചെയ്യും. ദിസ് ഈസ് ദി ഡാനീസ് മാൾ. നമ്മൾ ഡാനീസ് മാളിൽ എത്തിയിരിക്കുന്നു. ഇവിടെ ഇതിൻ്റെ അകത്ത് കൂടെ കയറി നമുക്ക് അപ്പുറത്ത് പോകുമ്പോൾ ബാക്കുവ ഐ അങ്ങനെ ഒരു ജൈൻറ്റ് വീൽ നമുക്ക് കാണാൻ പറ്റും അപ്പുറത്ത്. നമ്മൾ നടക്കാൻ തുടങ്ങി അങ്ങ് അറ്റത്ത് ഇവിടെ അവിടെ നിന്ന് കാണുമ്പോൾ അടുത്തെന്ന് തോന്നും, പക്ഷെ ഒരുപാട് ദൂരമുണ്ട്. നടന്ന് ഇവിടെ എത്തിയിരിക്കും. ഡാനീസ് മാൾ. സ്ലൈഡാണെന്ന് തോന്നുന്നു. ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്ന് എന്തെങ്കിലും അർജൻസി ആയിട്ട് പെട്ടെന്ന് പോകണമെങ്കിൽ ഇതിൽ കൂടെ ചിറകിയെത്താം. എല്ലാം നല്ല ഭാഷ ആയതുകൊണ്ട് നമുക്കെല്ലാം മനസ്സിലാവും. ഒരു കാര്യം മനസ്സിലായി, ഇതാണ് എൻട്രൻസ്. ബാക്കിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തൊക്കെയൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഫുഡ് കോർട്ട്. ഫുഡിൻ്റെ കാര്യം മനസ്സിലാവും, വേറെ ഒന്നും മനസ്സിലാകത്തില്ല. അസർബൈജാനിലെ ഷൂട്ടിംഗ് ക്ലബ്ബിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇതുകൂടെ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഷൂട്ടിംഗ് ഒക്കെ ഒന്ന് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ എയർപോർട്ടിലോട്ട് പോകും, സ്ട്രെയിറ്റ്. ഗൈസ്, ലാസ്റ്റായിട്ട് നമ്മൾ ഷൂട്ടിങ്ങിന് വന്നതാണ്. ഈ ഷൂട്ടിംഗ് ഗൺ ഷൂട്ടിംഗ്. Original bullet. 100 meter shoot. Okay. This one. This 10 bullet. Guys, the shotgun is a sniper. ഇവിടെ വീഡിയോ വെച്ചിരുന്നു. എയർപോർട്ട് എത്തി. ഇനി ബാക്ക് ടു ഹോം. കൊള്ളായിരുന്നു. ലൈഫിൽ
എപ്പോഴും വർക്ക് ചെയ്ത് ഉറങ്ങുക അങ്ങനെ ഇരിക്കാണ്ട് ഇതുപോലെയൊക്കെ ഇടയ്ക്ക് ലീവൊക്കെ എടുത്ത് കറങ്ങാനൊക്കെ പോവുക, അടിച്ച് പൊളിക്കുക, മൈൻഡ് ഒരു പീസാക്കുക. നല്ല കുറച്ച് ദിവസങ്ങളായിരുന്നു, ഫുള്ളി എൻജോയ് ചെയ്തു, അടിപൊളിയായിരുന്നു. ഇനി ബാക്ക് ടു വർക്ക്. ഇനിയും ഒരുപാട് വീഡിയോസ് വരും ഗൈസ്, നിങ്ങളതെല്ലാം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ.